ഗൈസ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കയറിയില്ല, നമ്മുടെ വീടിൻ്റെ പുറകിലും വീടിൻ്റെ മുന്നിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. മുന്നിൽ ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ഇത് കാണും. കണ്ടോ, ഇവിടെ ഫുള്ളും വെള്ളം കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ താറാവൊക്കെ അവിടെ നിൽപ്പുണ്ട്. കണ്ടോ, ഇവിടെ ഫുള്ളും വെള്ളം കയറിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ സീസണല്ലേ, മഴയുടെ സീസൺ. അപ്പം അതെല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നേ ഉള്ളൂ. മഴ സീസൺ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന പത്തനംതിട്ട ജില്ലയിലാണ്, കുറ്റൂരെന്ന് പറയും. ഇവിടെ ഫുള്ളും വെള്ളമാണ്. ഞാൻ വെള്ളത്തിലിറങ്ങി ഇരിക്കുകയാണ്. ഇവിടെ ഫുള്ളും വെള്ളമാണ്. കണ്ടോ, ഫുള്ളും വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. കണ്ടോ, അക്കരെയൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ 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 ഫുള്ളും വെള്ളം പൊങ്ങിയിരിക്കുകയാണ്. മുന്നിലും വെള്ളം കയറിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കാണിക്കാമെന്ന്. നമ്മുടെ മുന്നിലും വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മുടെ വള്ളമാണ് ദേ ഇത്. ഇവിടെ വെള്ളം നമ്മൾ വലയിട്ടിട്ടുണ്ടായിരുന്നു, അത് അഴിച്ചെടുത്തു. മീനെ ഒന്നും കിട്ടിയില്ല. മീൻ ഇവിടെ ഇപ്പോൾ വന്ന് കാണത്തില്ല, കാരണം ഇപ്പം അത്രയ്ക്കും വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇത്ര കയറിയിട്ടുള്ളൂ. ഇപ്പം ചെറിയ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കയറും, ഈ ചെറിയ ചെറിയ മീനൊക്കെ. പിന്നെ അവിടെ ഒരു വല ഇട്ടിട്ടുണ്ട്, അത് നമ്മളെ അല്ല, വേറെ ആരുടെയോ ആണ്. ഉണ്ടോ, നോക്കിക്കേ ഗൈസ്, അവിടെ ഫുള്ള് അക്കരയിലും വെള്ളം കയറിയിരിക്കുകയാണ്. കണ്ടോ, അവിടെ ഫുള്ളും വെള്ളം കയറിയിരിക്കുകയാണ്. നമ്മളെന്തോ ചെയ്യുന്ന പോലും നമുക്കറിയത്തില്ല. ചിലപ്പോൾ വെള്ളം കയറിയായിരിക്കും, പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ താറാവ് കണ്ട് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു, ശരിക്കും കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടോ, താറാവൊക്കെ ഉണ്ട് നമ്മുടെ. എങ്ങനെ ഉണ്ട് നമ്മുടെ? പിന്നെ മുയലൊക്കെ ഉണ്ട്. കണ്ടോ, നമുക്ക് മുയലൊക്കെ ഉണ്ട്. കണ്ടോ 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 മുയലൊക്കെ ഉണ്ട്. അപ്പം വേറെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കണ്ടോ ഒരു ഇടവുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കാരണം ഇവിടെ ഫുള്ളും വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ മഴയുടെ ആണെന്ന് തോന്നുന്നു. ആറ്റിലെങ്ങും വെള്ളമില്ല. പിന്നെ പത്തനംതിട്ട ഡാം തുറന്നിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അടുത്ത് ഉണ്ടോ 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 അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതുപോലെ വരുവാണെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ പാമ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാമ്പ് മാതിരി പൊളകനെന്ന് പറയുന്ന പാമ്പും നിലമ്പൊളപ്പൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പാമ്പ് പോലെ ഒരു ചെറിയ ബ്ലൂ കളറിലിരിക്കും.